ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എം ജി ടൈം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന എന്നാൽ വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന അത്രയും സോഫ്റ്റും ക്രീമിയുമായ എന്നാൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങിന് റെസിപ്പിയാണ്. അപ്പം ഈ കിഡിലൻ ടേസ്റ്റിലുള്ള ഈ ഒരു പുഡിങ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. അതെങ്ങനെയാണെന്ന് അറിയാനായി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. അപ്പോൾ ഈ ഒരു പുഡിങ് തയ്യാറാക്കാനായിട്ട് ഇതിലേക്ക് ആദ്യം തന്നെ വേണ്ടത് ഇതേപോലെ 2 മാമ്പഴമാണ്. മാമ്പഴം എടുക്കുമ്പോൾ നന്നായിട്ട് പഴുത്ത ഒട്ടും തന്നെ പുളിയില്ലാത്ത മാമ്പഴം നോക്കി വേണം എടുക്കാനായിട്ട്. ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലൊരു 3 ടേബിൾ സ്പൂൺ മാമ്പഴം ഇതേപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാമ്പഴം ഒരു മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇതേപോലെ ഈ ഒരു കട്ടിക്ക് വേണം അരച്ചെടുക്കാനായിട്ട്. നമ്മൾ അരച്ചെടുത്ത മാങ്ങയുടെ പൾപ്പ് നമുക്കൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് മീഡിയം ഫ്ലെയിമിൽ പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഇപ്പോൾ പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായി വരുന്നുണ്ട്. ഇനി കുറച്ച് സമയം കൂടി ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഇപ്പോൾ ഒരു 4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. മാംഗോ പൾപ്പൊക്കെ നന്നായിട്ട് ചൂടായി ചെറുതായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇത് മതി, ഒരുപാടങ്ങ് വെട്ടി തിളയ്ക്കേണ്ട. ഇതേപോലെ ചെറുതായിട്ടൊന്ന് തിളച്ച് നല്ലതുപോലെ ചൂടായി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നന്നായിട്ട് തണുക്കാനായിട്ട് ഇത് മാറ്റി വെക്കാം. ഇനി ഈ ഒരു പുഡിങ്ങിന് വേണ്ടത് ബ്രെഡാണ്. ബ്രെഡിൻ്റെ ആ ഒരു 4 സൈഡും ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയെടുക്കണം. ആ ഒരു ബ്രൗൺ സൈഡ് നമുക്ക് പുഡിങ്ങിന് ആവശ്യമില്ല. ബ്രെഡിൻ്റെ എണ്ണം നമ്മൾ പുഡിങ് സെറ്റ് ചെയ്യുന്ന പാത്രത്തിൻ്റെ വലുപ്പത്തിന് അനുസരിച്ചിരിക്കും. ഇനി ഒരു ബൗളിലേക്ക് 1 കപ്പ് ഹെവി ക്രീം ഒഴിച്ചു കൊടുക്കാം. ഇല്ലെങ്കിൽ ഫ്രഷ് ക്രീം ആയിരുന്നാലും മതി. ഞാനിപ്പോൾ ഇവിടെ ഹെവി ക്രീമാണ് എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന മാംഗോ പൾപ്പിൽ നിന്നും 1 കപ്പ് മാംഗോ പൾപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1/4 കപ്പാണ് എടുത്തിരിക്കുന്നത്. ഇനി കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുത്തിരുന്നാലും മതി. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത ശേഷം ഇതൊന്ന് തണുപ്പിച്ചെടുക്കാനായിട്ട് ഫ്രിഡ്ജിലേക്ക് ഒരു 15 മിനിറ്റ് വെച്ച് കൊടുക്കാം. ഇനി ഈ ഒരു പുഡിങ് 6 ബ്രെഡ് ഉപയോഗിച്ചാണ് റെഡിയാക്കി എടുക്കുന്നതെങ്കിൽ ഇതിലെടുത്തിരിക്കുന്ന ക്രീം, മാംഗോ പൾപ്പ് അതേപോലെ എല്ലാ സാധനങ്ങളും പകുതി അളവിൽ എടുത്തിരുന്നാൽ മതി. ഇനി ഒരു കപ്പിലേക്ക് 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ഇട്ട് കൊടുക്കാം. ഇനിയും 6 ബ്രെഡ് ഉപയോഗിച്ചാണ് നമ്മൾ പുഡിങ് തയ്യാറാക്കി എടുക്കുന്നതെങ്കിൽ കസ്റ്റാർഡ് പൗഡർ 2 ടേബിൾ സ്പൂൺ തന്നെ എടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് പാലൊഴിച്ച് കൊടുത്ത് കട്ടകളൊന്നും ഇല്ലാതെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം. ഇത് ഇപ്പോൾ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് 2 കപ്പ് പാലൊഴിച്ച് കൊടുക്കാം. ഫുൾ ഫാറ്റ് മിൽക്ക് വേണം ഒഴിച്ച് കൊടുക്കാനായിട്ട്. വെള്ളമൊന്നും ഒഴിക്കുകയേ ചെയ്യരുത്. വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു പുഡിങ്ങിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ട മധുരത്തിന് ആവശ്യമായിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടെല്ലാം മിക്സ് ചെയ്തെടുക്കാം. മധുരം നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ കണ്ടൻസ്ഡ് മിൽക്കോ അല്ലെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. പാൽ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന കസ്റ്റാർഡ് മിക്സ് പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് കൈവിടാതെ തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മളിത് റെഡിയാക്കി എടുക്കാനായിട്ട്. പാൽ നന്നായിട്ട് ചൂടായി വരുമ്പം തന്നെ ഇതൊന്ന് കുറുകി വരും. ഒരുപാട് അങ്ങ് തിക്കായി പോവണ്ട. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പാൽ നന്നായിട്ട് തിളച്ച് ഒന്ന് ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് ക്രീമി ആയി വരുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്ത ശേഷം നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന മാംഗോ പൾപ്പിൽ നിന്നും 1 കപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇവിടെ എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് മതി. ഇനി ഇത് ചെറുതായിട്ടൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി ഇതേപോലെ ഒരു ബൗളിലാണ് ഞാൻ പുഡിങ് റെഡിയാക്കി എടുക്കുന്നത്. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു മാംഗോ കസ്റ്റാർഡ് മിക്സ് നമുക്ക് ഇതിലേക്ക് കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് നമുക്കൊന്ന് വെച്ച് കൊടുക്കാം. ഇതേപോലെ 2 ചെറിയ ബൗളിലും കൂടെ ഒന്ന് പുഡിങ് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ മൊത്തം ഒരു 12 ബ്രെഡാണ് എനിക്കിതിലേക്ക് വേണ്ടി വന്നിട്ടുള്ളത്. ഇനി ബ്രെഡൊക്കെ ഒന്ന് കുതിരുന്ന രീതിയിൽ ഈ കസ്റ്റാർഡ് മാംഗോ മിക്സ് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. എല്ലാ സൈഡിലേക്കും ഒന്ന് എത്തുന്ന രീതിയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ തണുക്കാനായി മാറ്റി വെച്ചിരിക്കുന്ന മാംഗോ ക്രീം മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതേപോലെ കുറച്ച് നട്ട്സ്, ആൽമണ്ടും പിസ്തയും ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് നമുക്ക് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. നമ്മൾ ഈ പുഡിങ് കഴിക്കുന്ന സമയത്ത് നട്ട്സൊക്കെ ഒന്ന് കടിക്കാൻ കിട്ടുമ്പം നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. നിർബന്ധമില്ല, ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്തിരുന്നാൽ മതി. ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാംഗോ കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അടുത്ത ലെയറായിട്ട് വീണ്ടും നമുക്ക് ബ്രെഡ് വെച്ച് കൊടുക്കാം.
2 ലെയറായിട്ടാണ് പുഡിങ് സെറ്റ് ചെയ്തെടുക്കുന്നത്. വീണ്ടും ബ്രെഡൊക്കെ ഒന്ന് കുതിരുന്ന രീതിയിൽ ആ കസ്റ്റാർഡ് മാംഗോ മിക്സ് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി വീണ്ടും അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ക്രീമിൻ്റെ മിക്സ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് 1 ടേബിൾ സ്പൂൺ മാംഗോയുടെ പൾപ്പ് ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ആ ഒരു മാംഗോയുടെ പൾപ്പ് നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് മാംഗോ നമുക്ക് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി കുറച്ച് നട്ട്സും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് ഒരു 4 മുതൽ ഒരു 6 മണിക്കൂർ വരെ ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കാം. ഏറ്റവും കുറഞ്ഞത് അത്ര നേരമെങ്കിലും വെച്ച് കൊടുക്കണം. ഞാൻ പക്ഷേ ഇതിൽ ഓവർനൈറ്റിൽ ഇത് സെറ്റ് ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കുവാണ്. ഇതേപോലെ ബാക്കിയുള്ള 2 ബൗളിലും കൂടെ ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷം ഓവർനൈറ്റ് സെറ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട്. ഇനി ഓവർനൈറ്റ് സെറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ക്രീമി ആയിട്ടുള്ള മാംഗോ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയും ക്രീമിയായ വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന എന്നാൽ എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഈ ഒരു മാംഗോ പുഡിംഗ് ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ. കൂടാതെ ഇതിനിടയിൽ നമ്മൾ കട്ട് ചെയ്തിട്ടിരിക്കുന്ന മാംഗോയും നട്ട്സും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ കഴിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാണ്. ഉറപ്പായും നിങ്ങൾക്ക് ഇഷ്ടമാകും. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇതേപോലെയുള്ള റെസിപ്പികൾക്കായി ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.